തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് തന്നെ കടുത്ത നിലപാടുകൾ ശക്തമായി വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണോ ഇത്? മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം നമുക്കൊപ്പം ചേരുന്നു ഇത്തവണ Q8-ൽ. നമസ്കാരം. നമസ്കാരം. LGBTQ+ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശം, PK ഫിറോസ് പറഞ്ഞ ഒരു പരാമർശം ഒരു വിവാദത്തിലേക്ക് നിൽക്കുകയാണ്. PK ഫിറോസ് അത് പറഞ്ഞത് PM A സലാം തന്നെ സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ്. ഈ ഒരു പഴഞ്ചൻ നിലപാട് കൂടുതൽ വ്യക്തമായി പറയണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ വിചാരിക്കുന്നത് താങ്കളടക്കം ഒരു കൃത്യമായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ്. ഇത് പഴഞ്ചൻ നിലപാടെന്ന് ആരാ പറഞ്ഞത്? ആ പ്രയോഗം തന്നെ ശരിയല്ല. ഇതാണ് ശരിയായ ശാസ്ത്രീയമായ നിലപാട്, പ്രകൃതിപരമായ നിലപാട്. പ്രകൃതിയിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും വ്യവസ്ഥാപിതമായ ജീവിത രീതിയിൽ നിന്നൊക്കെ മാറുക എന്നതാണ് പുരോഗമനം എങ്കിൽ ആ പുരോഗമനത്തോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പില്ല. എനിക്കറിയാം, ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. എല്ലാതരം വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനും അത് പറയാനും അനുഷ്ഠിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. അതിലെന്തിനാണ് മറ്റുള്ളവർക്ക് അടിച്ചു തൂങ്ങുന്നത്? ഞങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, ഞങ്ങളുടെ ധാർമ്മിക ചിന്തക്കനുസരിച്ച് തികച്ചും ശാസ്ത്രീയവും പ്രകൃതിപരവും ജൈവശാസ്ത്രപരവുമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതിന് പഴഞ്ചനെന്നും പ്രതിലോമമെന്നും പറഞ്ഞ് ആളുകൾ വിശേഷിപ്പിക്കുകയാണ്. അത് അവർ വിശേഷിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ അതിന് ഏറ്റവും വലിയ പുരോഗമനം, ഏറ്റവും നല്ല ജീവിത രീതി, ഏറ്റവും ശാസ്ത്രീയമായ സമീപനം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മാറ്റിയിട്ടില്ലല്ലോ, ആ മാറ്റവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭരണഘടനാപരമായ അവകാശം ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം LGBTQ+ വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് മുസ്ലിം ലീഗ് എതിർക്കുകയാണോ? അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഭരണഘടനാപരമായതോ നിയമപരമായതോ ആയ ഒരു അവകാശത്തിനും റൈറ്റിനെ എതിർക്കുന്നില്ല. അവർക്ക് അവരുടെ റൈറ്റ് കൊടുത്തോട്ടെ. ഞങ്ങളിതിനെ ആവശ്യപ്പെടുന്നത് ഈക്വൽ ജസ്റ്റിസ് അല്ലേ. ജസ്റ്റിസിൽ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. അല്ല, സ്ത്രീ പുരുഷ കാര്യത്തിലാണല്ലോ ജസ്റ്റിസ്. LGBTQ+ ആ ജസ്റ്റിസ് വേണം എന്ന് ലീഗ് പറയുമോ? എല്ലാ മനുഷ്യർക്കും അവരെ ലിംഗവ്യത്യാസം കൂടാതെ, ഭാഷാ വ്യത്യാസം കൂടാതെ, രൂപവ്യത്യാസം കൂടാതെ എല്ലാവർക്കും അവരുടേതായ നിയമ ആനുകൂല്യങ്ങൾ നൽകണം. ഒരു സംശയമില്ല. നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണോ? നമ്മുടെ ഭരണഘടന ഈക്വൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ആ ജസ്റ്റിസ് എല്ലാവർക്കും കൊടുക്കുന്നത് ഞങ്ങളെതിരല്ല. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ മറ്റു വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ഞങ്ങളുടെ വിശ്വാസം പറയുമ്പോൾ അത് പഴഞ്ചനാണ് എന്ന ഏറ്റവും പഴകിപ്പൊളിച്ച ആരോപണങ്ങളുമായി വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. എല്ലാവർക്കും അവരുടേതായ നീതി കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഭരണഘടനാപരമായ നിയമപരമായ അവകാശങ്ങൾ അത് എല്ലാ വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അവരുടേതായ അവകാശങ്ങൾ എല്ലാവർക്കും നൽകണം. ആ അവകാശം കവർന്നെടുക്കാനോ അതിൻ്റെ മുകളിൽ കയറാനോ മറ്റാരെയും അനുവദിക്കരുത്. അതാണ് ഞങ്ങളെക്കുറിച്ചും പറയാം. ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ ക്രൂശിക്കാൻ വരരുത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കണം. ട്രാൻസ് വിഭാഗങ്ങൾക്കെതിരെ വലിയ മർദ്ദനവും ആക്രമണവും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായി. അതായത് തുല്യനീതി കൊടുത്തോട്ടെ എന്ന് ഒരു വശത്ത് പറയുക, പക്ഷേ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഈ ആക്രമണമൊക്കെ നടത്താൻ ആൾക്കാർക്ക് ഒരു വളമിട്ട് കൊടുക്കുകയില്ലേ ലീഗിൻ്റെയൊക്കെ ഈ നിലപാട്? അല്ല, ഞങ്ങൾ ഏതൊരു രാഷ്ട്രീയ ശത്രുക്കളെ പോലും ഞങ്ങൾ ആക്രമിക്കാൻ പറയില്ലല്ലോ. ആശയത്തെ ആശയം കൊണ്ടാണ് എതിർക്കുക, അതിനെ കയ്യേറ്റം കൊണ്ട് എതിർക്കരുത്. ആശയത്തെ എതിർക്കാൻ ആയുധമെടുക്കുന്നത് നമ്മുടെ ആശയം ദുർബലമാകുമ്പോഴാണ്. ഒരിക്കലും ട്രാൻസ്ജെൻഡർ ആക്രമണത്തിലോ അതുപോലുള്ള ആക്രമണങ്ങളിലോ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ പങ്കാളിയായിട്ടുണ്ടോ? പറയാൻ കഴിയുമോ? ഞങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പറയുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ശിക്ഷിക്കാനുള്ള അധികാരം ഇവിടുത്തെ നിയമവ്യവസ്ഥക്കാണ്. അവർക്കെതിരെ കേസെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. അത്തരം മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് എന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും അവരുടേതായ അഭിപ്രായം പറയുന്നു.
ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ മറ്റൊരു വിഭാഗത്തെയും കുറ്റപ്പെടുത്തുകയോ അവരെ ആക്രമിക്കണമെന്നോ അവർക്ക് നിലനിൽക്കാൻ അർഹതയില്ല എന്ന് പറയുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നേരെ മറിച്ച് അത് ചെയ്യുന്ന ആളുകൾ യഥേഷ്ട സമൂഹത്തിൽ വിഹരിക്കുന്നില്ലേ? ഗവൺമെൻറ് അവരെ തൊടുന്നുണ്ടോ? വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പി സി ജോർജിനെ പോലുള്ള ആളുകൾ നടത്തിയ പ്രസ്താവനകൾ, ഒരു ഇലയനക്കം അയാൾക്കെതിരെ ഈ ഗവൺമെൻറ് നടത്തിയോ? ഇത്രയും വിഷലിപ്തമായ ഒരു ആരോപണം കേരളത്തിൽ, ഇന്ത്യയിൽ പോലും സംഘപരിവാർ പോലും നടത്താത്തതല്ലേ? എന്നിട്ട് കേരളത്തിൽ അയാൾ വളരെ സുരക്ഷിതമായി നടക്കില്ലേ? സ്ത്രീ പുരുഷ സമത്വമല്ല, തുല്യതയാണ് വേണ്ടത് എന്ന് താങ്കൾ പറയുന്നു. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പുരോഗമനവാദികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. പഠിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് പ്രധാനം എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമുദായം ഒരു വലിയ മാറ്റത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് പിന്നെയും കുറച്ചു കാലം മുൻപ് പറഞ്ഞ അതേ വാക്കിൽ തന്നെ, തുല്യനീതി എന്ന വാക്കിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനാണ് ലീഗ്? ഈ നിങ്ങൾ പറയുന്ന ഈ പുരോഗമനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. ഇവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ച് സീതി സാഹിബിനെ പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയതും അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും മുസ്ലിം ലീഗാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം പെൺകുട്ടികളിൽ വിദ്യാഭ്യാസവും വികസനവും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണ് അത് ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം സ്ത്രീയും പുരുഷനും തുല്യനാണെന്ന് സമ്മതിക്കലാണോ? ചില മേഖലകളിൽ സ്ത്രീകൾ ആണുങ്ങളെക്കാൾ മുന്നിലാണ്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുകളിലാണെന്ന് ലീഗ് അംഗീകരിക്കുന്ന മേഖല ഏതാണ്? ഉണ്ടല്ലോ, സ്വഭാവപരമായ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും, ഞങ്ങൾ പറയുന്നത് സ്ത്രീകളും പുരുഷനും എല്ലാ കാര്യത്തിലും തുല്യരാണ് എന്ന വാദത്തെയാണ് ഞങ്ങളല്ല എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം അത് സമ്മതിക്കാൻ പറ്റും ആർക്കും? ആണോ? പ്രകൃതിപരമായ വ്യത്യാസമില്ലേ? ശാരീരികമായ വ്യത്യാസമില്ലേ? ആരോഗ്യപരമായ വ്യത്യാസമില്ലേ? ഇതൊക്കെയില്ലേ? എന്നാൽ ചില മേഖലകളിൽ കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ കഴിയുക, കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ സ്നേഹം, ആർദ്രത, സാന്ത്വനം, പരിപാലനം, ഇതിലൊക്കെ പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇതൊക്കെയുണ്ട്. ഇതിനർത്ഥം രണ്ടും എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും ഒരുപോലെയാണ് എന്നല്ല. അല്ല, അത് കുടുംബപരമായി അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ മുകളിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചത് ഒരു പ്രവർത്തന മേഖലകളിൽ ഒന്നും സ്ത്രീകൾ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് ലീഗ് കരുതുന്നില്ലല്ലോ. അത് വ്യക്തിപരമായ കഴിവുകളല്ലേ? മൊത്തത്തിൽ എല്ലാ സ്ത്രീകളും മുന്നിലാണ് അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും മുന്നിലാണ് എന്ന് പറയാൻ പറ്റുമോ? വ്യക്തിപരമായ കഴിവുകൾക്കും നൈപുണ്യങ്ങൾക്കും അനുസരിച്ച് മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. അല്ലാതെ ഇതിൽ പിടിവാശി പിടിച്ച് പഴഞ്ചൻ നിലപാടുമായി നടക്കുന്നത് ഇതിനെ എതിർക്കുന്നവരാണ്, കയ്യടി കിട്ടാനാണ്. ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ, ശാസ്ത്രവിരുദ്ധമായ കാലങ്ങളായി ഭൂലോകം ഉണ്ടായത് മുതൽ മനുഷ്യർ അനുഭവിച്ചും കണ്ടും പഠിച്ചും വരുന്ന കാര്യങ്ങളെ എതിർക്കലാണ് പുരോഗമനമെങ്കിൽ ആ പുരോഗമനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അല്ല, ഈ എതിർക്കൽ എന്ന് പറഞ്ഞത് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ കാര്യത്തിലാണോ അതോ എല്ലാ കാര്യങ്ങളിലും? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലാണ്. മലബാറിലെ ഞങ്ങളുടെ പെൺകുട്ടികൾ നാസയിൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞന്മാരോടൊപ്പം പണിയെടുത്ത് പുതിയ നക്ഷത്രങ്ങൾ വരെ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ പെൺകുട്ടിയാണ്. നസ്രീൻ വിമാനം പറത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെൺകുട്ടിയാണ്. ഈ വളർച്ചയൊക്കെ ഉണ്ടായത് മുസ്ലിം ലീഗിൻ്റെ കൂടി പ്രവർത്തനം കൊണ്ടാണ്. ഇവിടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് 1967 മുതൽ ഏറ്റെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്തത് മുസ്ലിം ലീഗാണ്. ഇത് രണ്ടും തുല്യരല്ല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് എപ്പോഴെങ്കിലും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾ തൊഴിലെടുക്കാൻ പാടില്ല എന്ന് എപ്പോഴും മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ പറഞ്ഞിട്ടുണ്ടോ? വ്യാപകമായ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരവേലകൾ നടത്തി ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു ലോകമാണ് ഇവിടെയുള്ളത്. അതിനെ നിശ്ചിതമായി വിമർശിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യും.
നാസ വരെ സ്ത്രീകൾക്ക് പോകാം. മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് അങ്ങനെ ഒരു വനിതാ നേതാവ് വരണ്ട എന്ന് ലീഗ് കരുതുന്നു. ഇല്ലല്ലോ. ഏത് പാർട്ടിക്കാണുള്ളത്? നിങ്ങൾ എന്തിനാ മുസ്ലിം ലീഗിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഏറ്റവും വലിയ സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ട്? ഇതുവരെ പ്രകാശ് കാരാട്ട് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ഒരു വ്യക്തിയുടെ ഭാര്യയല്ലാതെ രണ്ടാമതൊരു സ്ത്രീ വന്നിട്ടുണ്ടോ? ഒറ്റ സ്ത്രീ. കോൺഗ്രസ്സിൽ സോണിയാജി അല്ലാതെ വേറൊരാൾ വന്നിട്ടുണ്ടോ? എല്ലാ പാർട്ടികളുടെ സ്ഥിതി എന്താ? പകുതിയിലധികം ജനസംഖ്യയിൽ മോർ ദാൻ 50% എന്ന് പറഞ്ഞാൽ പകുതിയിലധികം സ്ത്രീകളാണ്. ഏത് പാർട്ടിയുടെ MLA-മാരിലാണ് 50%? പോട്ടെ 25%, 10% സ്ത്രീകളുള്ളത്. 10% MP-മാർ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ? 35,000 ലോക്കൽ കമ്മിറ്റികളുണ്ട് എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ഒന്ന് CPM-ൽ വനിതയുണ്ടോ? അതൊന്നും തൊടാതെ ലീഗിലേക്ക് എന്തുകൊണ്ടാണ്? CPM-ന് പക്ഷേ എത്രയോ വനിതാ മന്ത്രിമാരുണ്ടാകുന്നു. എത്രയോ എവിടെയാ? 20 മന്ത്രിമാരിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അതാണോ മോർ ദാൻ 50%-ന്റെ പ്രാതിനിധ്യം? ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു സ്ത്രീ അല്ലല്ലോ ഉള്ളത്. 2 പേര്. അതല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് 51% വരുന്ന ഒരു ജനവിഭാഗത്തിന് 1ഉം 2ഉം കൊടുത്തിട്ട് അതാണ് സമത്വം എന്ന് പറയുന്നത്. യഥാർത്ഥ സമത്വമാണോ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ലീഗിന് ആരുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങളെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ വനിതകളില്ലേ? ഞങ്ങളെ യൂത്ത് വിങ്ങിൽ വനിതാ ഭാരവാഹികളില്ലേ? MSF-ൽ വനിതാ ഭാരവാഹികളില്ലേ? STU-വിൽ വനിതാ ഭാരവാഹികളില്ലേ? മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പരിഗണന മുസ്ലിം ലീഗും നൽകുന്നുണ്ട്. അല്ലെങ്കിൽ CPM അടക്കം സ്ത്രീകൾ തുല്യരാണ്, സമത്വമുള്ളവരാണ് എന്ന് പറയുന്ന CPM അടക്കം നടത്തുന്ന ഈ അവഗണനയ്ക്കെതിരെ നിങ്ങൾ ഒരുമിച്ച് പറയണം. ലീഗിനെ മാത്രം പിടിച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ BJP ബൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിൽ ഇടം പിടിച്ചത് എന്നാണ് ലീഗ് പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു സ്ത്രീ വന്നില്ല? അല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു സ്ത്രീ വന്നില്ല? ഇപ്പോൾ കേരളത്തിൽ തന്നെ 2 തവണ ഒരു വനിതാ മുഖ്യമന്ത്രി വരാനുള്ള അവസരമുണ്ടായി. CPM-ന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ തുലച്ച് കളഞ്ഞ, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്ത്രീയായിരുന്നു ശ്രീമതി KR ഗൗരി. കേരന്തുങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം വരെ ഇവിടെ ഉണ്ടായി. എന്തേ അവർ മുഖ്യമന്ത്രിയായി വന്ന സമയം തട്ടിക്കളഞ്ഞത്? ഇപ്പോൾ പിണറായി വിജയൻ്റെ 2ാം ഊഴത്തിൽ KK ശൈലജ ടീച്ചർ അവരുടെ മഹത്തായ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തിയത്? അതിലൊന്നും സ്ത്രീ അവകാശ ധ്വംസനം നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ മുസ്ലിം ലീഗിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിൽ ദുഷ്ടലാക്ക് മാത്രമാണ്. സോണിയാഗാന്ധി മാത്രമാണല്ലോ കോൺഗ്രസിന്റെ ആ മുതിർന്ന തലപ്പത്തേക്ക് വന്നത് എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനെയും ആ തരത്തിൽ വിമർശിക്കുകയാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കുകയല്ല, ഞങ്ങളിത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികളിൽ മുസ്ലിം ലീഗിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് സൂചിപ്പിക്കുമ്പോൾ എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകും വനിതകൾക്ക്. അങ്ങനെ സെക്രട്ടറി ഞങ്ങൾ ആണാണോ പെണ്ണാണോ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. ജയസാധ്യതയുള്ള സീറ്റുകളിൽ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച ആളുകൾ, അതാണായാലും പെണ്ണായാലും, ഞങ്ങൾ തീരുമാനിക്കും. എത്ര എണ്ണം കൊടുക്കും സ്ത്രീകൾക്ക്, എത്ര എണ്ണം പുരുഷന്മാർക്ക് കൊടുക്കും എന്നൊരു തീരുമാനമൊന്നും പാർട്ടി എടുത്തിട്ടില്ല. ഒരു പാർട്ടി എടുക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത ആയിട്ടുള്ള തർക്കം അത് നേർക്ക് നേർ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇല്ല, ആ പ്രയോഗം തന്നെ തെറ്റാണ്. ലീഗും സമസ്തയും തമ്മിൽ തർക്കമില്ല. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, സമസ്ത ഒരു മതസംഘടനയാണ്. ഒരു മതസംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ തർക്കം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം സമസ്ത കൈകാര്യം ചെയ്യുന്ന മതമേഖലകളിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല. മുസ്ലിം ലീഗ് ഇടപെടുന്ന രാഷ്ട്രീയ മേഖലകളിൽ അവരും ഇടപെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സമസ്ത എന്ന സംഘടനയും
മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, വളരെ വ്യക്തമാണ്. പക്ഷേ മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്ത ആളുകളുണ്ട്, സമസ്തയിൽ മുസ്ലിം ലീഗ് അല്ലാത്ത ആളുകളുണ്ട്, മുസ്ലിം ലീഗിനെ സ്ഥിരമായി വിമർശിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാ മതസംഘടനയിലും ഉണ്ട്. സമസ്തയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, മുസ്ലിം ലീഗിൽ എല്ലാ മതസംഘടനയിലും പെട്ട ആളുകളുണ്ട്. അപ്പോൾ സമസ്തക്കാരായി നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ലീഗിൽ തന്നെയുള്ള സമസ്തക്കാരല്ലാത്ത ആളുകൾ സമസ്തയെ വിമർശിക്കുമ്പോൾ സമസ്തക്ക് അത്തരം ആളുകളെ നിലപാടുകൾ പറയേണ്ടി വരും. അത് വ്യക്തികളുടെ അഭിപ്രായത്തിനെയാണ് എതിർക്കുന്നത്, സംഘടനകളല്ല. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ബഹുഭൂരിപക്ഷവും സമസ്തക്കാരാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ്. അതുകൊണ്ട് രണ്ടിനും വേർതിരിക്കാനും കഴിയില്ല. മുസ്തഫൽ ഫൈസിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പുറത്താക്കിയതിൽ സമസ്തയിലുള്ള ലീഗ് അനുകൂലികൾക്ക് വലിയ വിരോധമുണ്ട്. അത് പ്രകടമാകുന്നില്ല. അത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ അറിവ്. എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ അകത്തെ കാര്യങ്ങൾ അറിഞ്ഞൂടാ. സമസ്തയുടെ 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികളായിട്ടുള്ള പലരും ആ ചടങ്ങിൽ നിന്ന് മാറി നിന്നു. അതാണ് ഈ നേർക്കുനേർ ആയിട്ട് തർക്കം വരികയാണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ തർക്കത്തിന് അവകാശമില്ല, ആ തർക്കത്തിന് അവസരമില്ല. രണ്ട് സംഘടനകളാണ്. സമസ്തയുടെ കാര്യം സമസ്ത തീരുമാനിക്കും, മുസ്ലിം ലീഗിൻ്റെ കാര്യം മുസ്ലിം ലീഗ് തീരുമാനിക്കും. രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രശ്നമേ വരുന്നു. ഈ 100ാം വാർഷിക പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇനിയും ചോദിക്കുന്ന SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പരിപാടി പങ്കെടുത്തു പോലുമില്ല. അതെന്തുകൊണ്ടായിരുന്നു? സംസ്ഥയുടെ എല്ലാ യോഗത്തിലും തങ്ങൾ പങ്കെടുക്കാറില്ലല്ലോ. തങ്ങൾ ധാരാളം തിരക്കുള്ള മനുഷ്യരല്ലേ. മുസ്ലിം ലീഗിൻ്റെ യോഗത്തിന് പോലും തങ്ങളെ കിട്ടണമെങ്കിൽ ഞങ്ങൾ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരും. അത്രത്തോളം തിരക്കുള്ള ഒരു ജീവിതമാണ് തങ്ങളുടേത്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാറില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുള്ള അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള യോഗങ്ങൾ പങ്കെടുക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി, ഞങ്ങൾക്ക് യോഗം വക്കിൽ തങ്ങളുടെ സൗകര്യം നോക്കിയാണ് യോഗം നിശ്ചയിക്കുക. അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി നിശ്ചയിക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇങ്ങനെ തർക്കമില്ല എന്ന് പറയുമ്പോഴും പല നേതാക്കന്മാരും പല പ്രസ്താവനകൾ നടത്തുന്നു, അത് വലിയ വിവാദത്തിലേക്കൊക്കെ പോകുന്നു. ഈ തങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഈ വലിയ പ്രസ്താവനകൾക്കൊക്കെ കടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മത നേതാക്കൾ? തങ്ങളെ അംഗീകരിക്കാൻ സമസ്തക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ തന്നെ അവരെ സ്വാഗത സംഘം ഉണ്ടാക്കിയതിൽ ചീഫ് പാട്രനായി തങ്ങളെയാണ് വെച്ചത് എന്നാണ് ഞാൻ പത്രത്തിലൂടെ വായിച്ചത്. അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ അംഗീകരിക്കാത്തവർ അതിലുണ്ടെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ നിലപാടുകളെ അംഗീകരിക്കാറില്ല. ഇടതുപക്ഷത്ത് നിൽക്കുന്ന BJPയുടെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടികളൊന്നും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ തങ്ങളുടെ നിലപാടുമായിട്ട് പോകും. പക്ഷെ സംഘടനകൾ എന്ന നിലക്ക് ലീഗും സമസ്തയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുമില്ല, ഒരു തർക്കവുമില്ല, അങ്ങനെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. രണ്ടിൻ്റെയും മേഖലകൾ വ്യത്യസ്തമാണ്. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ പറയപ്പെടുന്ന തർക്കം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല, അങ്ങനെ ഒരു ആശങ്ക ലീഗിനില്ല. അതിനിപ്പോൾ നമ്മൾ കുറേ തെരഞ്ഞെടുപ്പുകൾ അതിന് ശേഷം കണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പിന്നെ എന്തിന് ആശങ്കപ്പെടണം? ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കുമോ ഇനിയുള്ള മുൻപോട്ടുള്ള ഒരു ധാരണയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും? അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി അത്രമാത്രം അവരെ രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി അത്രമാത്രം വർജ്യമാകുന്ന ഒരു പാർട്ടിയാണ് എന്ന് ഇടതുമുന്നണിയും പറഞ്ഞിട്ടില്ല. ഒരു കാലത്ത് സ്ഥിരമായി ഇടതുമുന്നണിയുടെ കൂടെയായിരുന്നു വെൽഫെയർ പാർട്ടി. ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ 10-18 വർഷം ഉണ്ടായിരുന്നു. അന്ന് ആ 18 കൊല്ലം പൂർണ്ണമായും വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ മുന്നണിയുടെ കൂടെയായിരുന്നു. വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പോകുന്നതിന് ശേഷം അവർ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇടതുമുന്നണിക്ക് വെൽഫെയർ പാർട്ടി ഇത്ര വലിയ അപകടമുള്ളൊരു പാർട്ടിയാണെന്ന് അഭിപ്രായമില്ല. CPMൻ്റെ നേതാക്കന്മാർ സ്ഥിരമായി കോഴിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമി ഓഫീസായ ഹിറാ സെൻ്ററിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പിന്തുണ ചോദിച്ചിട്ടുണ്ട്, സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും വെൽഫെയർ പാർട്ടിയുമായും SGPയുമായും ഭരണം പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് അറിയുന്നതല്ലേ,
ഇന്നലെ ഞാൻ പത്തനംതിട്ടയായിരുന്നു. ആ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 3 അംഗങ്ങൾ SDPIക്ക് ഉണ്ട്, വെൽഫെയർ പാർട്ടിക്കല്ല, SDPIക്ക്. അതിൽ ആ 3 പേരുടെ പിന്തുണയോടുകൂടിയാണ് CPMൻ്റെ ചെയർമാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. മാത്രമല്ല അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് SDPIയുടെ പ്രതിനിധിക്കാണ് കൊടുത്തിട്ടുള്ളത്. അവർ കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഗീർവാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ കൂടെ നിർത്തും ലീഗ്. ഞാൻ ചോദിക്കുന്നത് ലീഗിന്റെ ഇപ്പോൾ ഞങ്ങൾ മുന്നണിയോ സഖ്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്, സഹകരണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ UDFന് ദേശീയ തലത്തിലുള്ള അവരുടെ നയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോഴും ഉള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ നയങ്ങൾ അതാത് അവസരങ്ങളിൽ പാർട്ടി തീരുമാനിക്കും, മുന്നണി തീരുമാനിക്കും. PV അൻവർ വിഷയത്തിൽ UDFിൽ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ലീഗ് ഏകദേശം ആ വാതിൽ തുറന്നിടാം എന്നുള്ളൊരു നിലപാടിലൊക്കെ തന്നെയാണ്. അൻവർ UDFിലേക്ക് വരുന്നത് കൊണ്ട് എന്ത് മെച്ചമുണ്ടാകും എന്നുകൂടിയാണ് ലീഗ് കണക്കൂട്ടുന്നത്. അല്ല, അൻവർ വരുന്നതുകൊണ്ട് എന്ത് മെച്ചമെന്നല്ല. അൻവർ 10 വർഷമായി LDFിൻ്റെ MLA ആണ്. പാർട്ടിക്കകത്ത് സജീവമായി ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും പിണറായി ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു MLA ആണ്, ന്യായീകരിച്ചിരുന്നത്. അദ്ദേഹമാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഗവൺമെൻറ്റുകളുടെ, പിണറായിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകളും അത് സമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാക്കിയ പ്രയാസങ്ങളും ഇവിടുത്തെ ഭരണകൂട മാഫിയകളുടെ ചെയ്തികളും വർഗീയതയെ പിന്തുണക്കാനും പോലീസിനെ കാവ്യവൽക്കരിക്കാനും ഒക്കെ പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സഹായങ്ങളൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ തെളിവുകളോടെ പുറത്തു പറയാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അൻവർ ശ്രമിക്കുമ്പോൾ ഞങ്ങളതിനെ തടയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നണിയിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം UDF യഥാസമയം തീരുമാനിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല. ലീഗിന്റെ നിലപാടല്ല, കോൺഗ്രസിനൊരു കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു വിഷയം പോലെ അൻവർ ആ തരത്തിലുള്ള പ്രസ്താവനകൾ പലരുടെയും ഭാഗത്ത് വരുന്നത് എന്തുകൊണ്ട്? അല്ല, വ്യക്തികളുടെ പ്രസ്താവനകളല്ലല്ലോ പ്രാമുഖ്യം. UDFിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും UDFിലെ എല്ലാ ഘടകകക്ഷികളും അവരുടേതായ അഭിപ്രായം പറയും, UDFിൽ തീരുമാനമെടുക്കും. ഇതുവരെ UDFിൻ്റെ ചർച്ചകളിൽ ആ ഇഷ്യൂ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥി ആകും എന്ന് പറയപ്പെട്ടിരുന്നു. അതും അതിൽ നിന്ന് മാറ്റി പാണക്കാട് വലിയ പ്രതിഷേധമൊക്കെ നടന്നു. അന്ന് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാനൊരിക്കലും സീറ്റിൻ്റെ പുറകെ പോയിട്ടില്ല. സീറ്റ് കിട്ടാത്തതുകൊണ്ട് അതിലും വലിയ സ്ഥാനത്തല്ലേ പാർട്ടി തന്നെ ഇപ്പോൾ വെച്ചത്. അതൊരു ഭാഗ്യമായി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേര് പറഞ്ഞിരുന്നു, നാട്ടുകാർ പറഞ്ഞിരുന്നു, വല്ല പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടി എല്ലാ വസ്തുതകളും എല്ലാ നേതാക്കന്മാരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഭാഗമായി തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ടോ പദവി നിർണ്ണയിക്കുന്നതുമായിട്ടോ ഒരു തർക്കമില്ല. മുസ്ലിം കാര്യം ഐക്യകണ്ഠേന തീരുമാനിക്കും. മുതിർന്ന നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി ബഹുമാനപ്പെട്ട തങ്ങളൊരു പ്രഖ്യാപനം നടത്തിയാൽ അതാണ് പാർട്ടിയുടെ തീരുമാനം. ലീഗിനെ PK കുഞ്ഞാലിക്കുട്ടി നയിക്കും, അത് ഏകദേശം വ്യക്തമാക്കിയിരിക്കുന്നു ലീഗ് നേതാക്കന്മാർ. PMA സലാം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയായി കൂടി ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പ്? അതൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം നിൽക്കേണ്ടി വരും. INL ലീഗിനോട് സഹകരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള അത് അങ്ങനെ ഒരു ധാരണയുണ്ടോ? അതങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം INL 3-4 ഉണ്ട് എൻ്റെ അറിവനുസരിച്ച്. ഏത് INLനെ വേണം ഉദ്ദേശിക്കുന്നത്, ആരാണ് അടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഇൻഫർമേഷൻ ഇല്ല. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് സർവ്വഥാ യോഗ്യനാണ്. UDF അത് നൽകുകയാണെങ്കിൽ സ്വീകരിക്കും എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു. അത് 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 പലതരത്തിൽ ശരിക്കും അതിൻ്റെ എന്താണ് അതിൽ ലീഗ് ഉദ്ദേശിക്കുന്നത്? ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം സത്യത്തിൽ വെറുതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രചാരങ്ങൾ നടത്താൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരവായി. മുസ്ലിം ലീഗിലെ
കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി സ്ഥാനം ഉപമുഖ്യമന്ത്രി സ്ഥാനം യോഗ്യനാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാവരും എന്താ പറയുക, യോഗ്യനാണ് എന്ന് പറയുക. അത് മാത്രമേ താങ്കൾ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണമെന്നോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രി ആക്കണമെന്നോ ഒരു ഡിമാൻഡ് പറയുകയല്ല ചെയ്തത്, ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുകയല്ല ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ പദവിക്ക് അർഹനാണോ എന്ന ചോദ്യം, യോഗ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ യോഗ്യനാണ് എന്നല്ലേ പറയാം. അദ്ദേഹം യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചില്ലേ? അതിൽ താങ്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ എന്തുകൊണ്ടും സീനിയർ മോസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളല്ലേ അദ്ദേഹം. ഒരുപാട് സീനിയർ നേതാക്കൾ LDF-ലും UDF-ലുമുള്ള സീനിയർ നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ലേ. AK ആൻ്റണിയോടൊപ്പം, K കരുണാകരനോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം, ഇവരോടൊക്കെ ഒപ്പം രണ്ടാം സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്ത് EK നായനാരെ പോലുള്ള ആളുകളെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നന്നായി സഹകരിച്ച് പ്രവർത്തിച്ച് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന പരിചയമുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പോലും അവരെ നാമം കിട്ടിയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി സ്ഥാനത്തിനോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ആരെങ്കിലും പറയുമോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം അത് പറഞ്ഞു എന്നതല്ലാതെ മുസ്ലിം ലീഗ് അങ്ങനെ ആവശ്യപ്പെടുന്നു എന്നും മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെന്നും ഞങ്ങൾ അങ്ങനെ ഒരു ക്ലെയിം വെക്കുമെന്നും താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ, ഇപ്പോൾ അങ്ങനെയാണോ ലീഗ് മനസ്സിൽ വിചാരിക്കുന്നത്? തർക്കത്തിന് ഞങ്ങളില്ല, പക്ഷെ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ, ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യണം, അങ്ങനെ ലീഗ് ആഗ്രഹിക്കുന്നു. അത് ആ ഒരു മര്യാദയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എല്ലാ ഘടകകക്ഷികളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയുള്ള എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതു അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും. ഞങ്ങൾ ഇങ്ങനെ ഡിമാൻഡിലേക്ക് വരുന്ന പ്രശ്നമൊന്നും ഇപ്പോൾ ഉദിക്കുന്നില്ല. എന്തായിരുന്നാലും അങ്ങനെ ഡിമാൻഡ് ഇതുവരെ ചെയ്തിട്ടുമില്ല, അങ്ങനെ ക്ലെയിം ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണെന്നാണോ ലീഗ് പറയാതെ? കോൺഗ്രസ് ഒറ്റയ്ക്കല്ലല്ലോ ഈ തീരുമാനം എടുക്കുക, ചർച്ച ചെയ്തിട്ടേ തീരുമാനം എടുക്കും. കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും, കേരള കോൺഗ്രസും RSPയും CMPയും ഒക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അല്ല, അത് തർക്കമില്ല അതിനകത്ത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത്രയും അഭികാമ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ലീഗ് വെക്കും, അങ്ങനെയാണോ എൻ്റെ അർത്ഥം? അല്ല, ലീഗ് ഡിമാൻഡ് എവിടെയെങ്കിലും വെക്കും എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. താങ്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ യോഗ്യനാണ് എന്ന് പറഞ്ഞു. അതിലെന്താ ഉള്ളത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് യോഗ്യനാണ്, ഞാനും പറയുന്നു. പാർട്ടിയിൽ അയോഗ്യതയുള്ള ആളുകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ആരെങ്കിലും പേര് ചോദിക്കണേ അതും പറയും. അത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും പ്രവർത്തന പരിചയമുള്ള PK കുഞ്ഞാലിക്കുട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിനേക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാവുക. അത് ലീഗിന് കുഴപ്പമില്ല എന്നാണോ? അല്ലെങ്കിൽ ലീഗ് അത് അംഗീകരിക്കും, പ്രത്യേകിച്ച് ഒരു തർക്കമോ ആവശ്യമോ ഉന്നയിക്കാതെ എന്നാണോ? അല്ല, അതൊക്കെ അതാത് സമയത്തല്ലേ നമ്മൾ ചർച്ച ചെയ്യുക. നമ്മൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ ഇപ്പോൾ കണക്കൂട്ടാൻ പറ്റും. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ ലീഗിന് പറയാനുള്ളത് ലീഗ് പറയും. അത് എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ സംസാരങ്ങൾ നടക്കുമ്പോഴേ തീരുമാനിക്കാൻ പറ്റൂ. നമ്മൾ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങാൻ കഴിയില്ലല്ലോ. ഈ കോൺഗ്രസിനകത്ത് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വരിക എന്ന് സംബന്ധിച്ച് ഈ പുറത്ത് നടക്കുന്ന ചില ചർച്ചകളൊക്കെ അത് വെറും കഥയാണോ? അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത കോൺഗ്രസിൽ ഉണ്ട് എന്ന് ലീഗ് കരുതുന്നുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രിയാകണമെന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷമായി കേരള ജനത അനുഭവിക്കുന്ന ഈ ദുരനുഭവങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാക്കി കൊടുക്കാൻ, ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ UDF-നെ അധികാരത്തിലെത്തിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ലീഗ് പ്രാമുഖ്യം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്.
അതിനുള്ള പണികളാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ 19-ാം തീയതി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിപുലമായ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുള്ള പദ്ധതികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്യും. മുഖ്യമന്ത്രിയുടെ കാര്യവും മന്ത്രിമാരുടെ കാര്യവുമൊക്കെ പിന്നീട് UDF ആലോചിക്കും. ഇടതുപക്ഷത്തിനെതിരെ അത്രയും നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തുമ്പോഴും ഇടതുപക്ഷത്തിന് കുറച്ചുകൂടെ വലിയ തർക്കങ്ങൾ അവിടെ ഇല്ലാതെ അവർക്ക് ഒരു ഫിഗർ ഇന്ന ആളാണ് എന്നെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1 അല്ല 2 അല്ല 3-ൽ കൂടുതൽ പേരുകൾ പറയപ്പെടുന്ന ഒരു സാഹചര്യം. അത് ലീഗ് വളരെ കൂളായിട്ട് കാണുകയാണോ? അല്ല, അത് എന്താണെന്ന് പറഞ്ഞാൽ UDFിലെ ഘടകകക്ഷികൾ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നവരാണ്. ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അവർക്ക് പറയാൻ കഴിയും, പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPMൽ അതൊന്നുമില്ല. അടിച്ചമർത്തപ്പെടുകയാണ്, ഏകാധിപത്യമാണ്. പിണറായി എന്ത് പറയുന്നോ അതാണ് ആ പാർട്ടിയുടെ നിയമം. എവിടെയെങ്കിലും ചർച്ച നടത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും മിണ്ടാറുണ്ടോ? മിണ്ടാനുള്ള അവകാശമുണ്ടോ? ആ ഏകാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ UDFിലും LDFിലും കാണും. അത്രയേ ഉള്ളൂ. ഈ കോൺഗ്രസിലെ ജനാധിപത്യം, ഇപ്പോൾ UDFിലെ ജനാധിപത്യം, കോൺഗ്രസിലെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഞാൻ ലീഗ് പുറത്തുനിന്ന് കാണുന്നുണ്ടാകുമല്ലോ. സമുദായ സംഘടനാ നേതാക്കൾ, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും രമേശ് ചെന്നിത്തലയോട് കൂടുതൽ അടുപ്പവും VD സതീശൻ മാറ്റി നിർത്തുകയും ചെയ്യുന്ന പരസ്യ പ്രസ്താവനകളൊക്കെ സമുദായ നേതാക്കന്മാരുടെ ഭാഗത്ത് നടത്തുന്നു. അത് ഒരാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അയാൾക്ക് കൂടുതൽ പ്ലസ് പോയിന്റ് കൊടുക്കുന്നു. ആ തരത്തിൽ മാർക്കിടുന്നുണ്ടോ ലീഗ്? ഇല്ല, അത് സമുദായ സംഘടനകൾക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. UDF അതിലൊന്നും ഇടപെടാറില്ല. സമുദായ സംഘടനകൾ ഏത് സമുദായത്തിൻ്റെ സംഘടനകളായിരുന്നാലും അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുള്ളതല്ലേ. അതൊന്നും കേരളത്തിലെ ജനതയുടെ ഇപ്പോഴത്തെ മനോഭാവത്തെ മാറ്റാൻ പര്യാപ്തമല്ല. അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രതികരിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കേരള ജനത തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ക്രൈസ്തവ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് അവരും ഒരുപക്ഷെ BJP അനുകൂല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പല നേതാക്കന്മാരുടെ അധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അത് ലീഗ് എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ടെൻഡൻസി? അല്ല, അതിൽ അവരെന്നെ പഠിച്ചല്ലോ നന്നായി. ഇപ്പോൾ മണിപ്പൂരിലൊക്കെ അവരല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷക്കാലത്ത് 200ഓളം അക്രമങ്ങൾ ഉണ്ടായിരുന്നതാണ്. പലയിടത്തും ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോലും അനുവദിക്കാതെ ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു ദേവാലയങ്ങൾ, കന്യാസ്ത്രീകൾ. അവരുടെ പരിശുദ്ധമായ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടില്ലേ? ആയിരക്കണക്കിന് ആളുകളല്ലേ 1.5 വർഷമായി തുടരുന്ന മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഏൽക്കുന്നത് ആ ഭാഗങ്ങളിലെ പ്രബല ന്യൂനപക്ഷമായ ക്രിസ്തീയ സമുദായമാണ്. എവിടെയാണോ മുസ്ലിങ്ങൾ പ്രബല ന്യൂനപക്ഷം അവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എവിടെയാണോ ക്രിസ്തീയ വിഭാഗങ്ങൾ പ്രബല ന്യൂനപക്ഷം അവിടെ അവരെ ആക്രമിക്കുന്നു. ഇത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ്. കേരളത്തിൽ പക്ഷേ മണിപ്പൂരൊന്നും പ്രചാരണ വിഷയമായുമില്ല. വയനാടും പാലക്കാടും ഒക്കെ മുനമ്പം വിഷയമാക്കാൻ BJPക്ക് കഴിയുകയും ചെയ്തു. നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചത്. അത് BJP അത് ചെയ്യുന്നുണ്ട്. അതിലല്ലേ ഞങ്ങൾ പറയുന്നത്. അത് തിരിച്ചറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും. തെറ്റിദ്ധാരണ തിരുത്തി ഒരുമിച്ച് പോകാൻ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. CPMഉം മുസ്ലിം ലീഗുമായിട്ടുള്ള പലപ്പോഴും CPM പലതരത്തിൽ, ചില സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള നിലപാട്, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാട്, ചില സമയത്ത് കടുത്ത വിമർശനം. ഒരിക്കലും LDFിലേക്ക് ഉറ്റുനോക്കുന്നേ ഇല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ലല്ലോ. ഞങ്ങൾ UDFിൻ്റെ പ്രമുഖ ഘടകകക്ഷിയാണ്. അതിൽ മാറ്റം വരാനുള്ള ഒരു സംവിധാനം ഇപ്പം ഇല്ല. അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. മാഡം പറഞ്ഞ പോലെ ഇപ്പോൾ ചില സമയത്ത് പാർട്ടി സെക്രട്ടറിയും മറ്റ് നേതാക്കന്മാരൊക്കെ ലീഗിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയും. അത്രയും സന്തോഷം. ചിലപ്പോൾ മുന്തിരിങ്ങ കിട്ടാതാവുമ്പോൾ അത് പുളിക്കും എന്ന് പറയും. അതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പൊതുസമൂഹം തരണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിലുള്ള ആ ബന്ധം ശരിക്കും ഏത് തരത്തിലാണ്?
പിണറായി വിജയനുമായി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് വ്യക്തിപരമായി നല്ല ബന്ധമാണ്. ആരും ശത്രുക്കളല്ല. അത് ബി ജെ പിയുടേതായാലും CPM ആയാലും CPI കോൺഗ്രസ് ആയാലും ആരായിരുന്നാലും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വ്യക്തിപരമായ സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, അതിന് വിലമതിക്കുന്നവരാണ്. അത് രാഷ്ട്രീയമായ അഭിപ്രായങ്ങളിലേക്ക് കടക്കാറില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിപരമായ സൗഹൃദങ്ങൾക്ക് വിലമതിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ. കേരളത്തിൽ CPM വർഗീയ പരാമർശങ്ങളാണ് നടത്തുന്നത്, അല്ലെങ്കിൽ വർഗീയവാദം വളർത്തുകയാണ് എന്ന് ശരിക്കും മുസ്ലിം ലീഗ് കരുതുന്നു? ഒരു സംശയമില്ല. ഞങ്ങളിത് വെറുതെ പറയല്ല. അനുഭവങ്ങൾ നിരന്തരം ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരാഴ്ച ആയിട്ടില്ല, വയനാട്ടിലെ പനമരം പഞ്ചായത്ത് പ്രസിഡൻഷിപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ലക്ഷ്മി ആയിരുന്നു. ആ ലക്ഷ്മി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. മുസ്ലിം ലീഗിനവിടെ മുസ്ലിങ്ങളായ വനിതകളുണ്ട് മെമ്പർമാർ. എന്നിട്ടും ഞങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ മത്സരിപ്പിച്ച് പഞ്ചായത്ത് ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കി. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖനായ അംഗം പ്രഭാകരൻ, സഖാവ് പ്രഭാകരൻ ഇന്നലെ പ്രസംഗം നടത്തി. എന്താ പറഞ്ഞത്? മുസ്ലിം വനിതകളെ മാറ്റി നിർത്തി ഒരു അമുസ്ലിമിനെ, ആദിവാസിയെ പ്രസിഡൻ്റാക്കിയ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെതിരെ ഈ പ്രദേശത്തെ മുസ്ലിം വോട്ടർമാർ പ്രതികരിക്കും. എന്താ അതിനർത്ഥം? CPM എവിടെ എത്തി എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമല്ലത്. അപ്പോൾ താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ഇങ്ങനെയാണെങ്കിൽ ഉയർന്ന നേതാക്കന്മാരുടെ സ്ഥിതി എന്താ? സത്യത്തിൽ മുസ്ലിം മെമ്പർമാരും മറ്റു മെമ്പർമാരും ഒക്കെ ഉണ്ടായിട്ടും ഒരു ആദിവാസിയെ പ്രസിഡൻ്റാക്കിയ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കുന്നതിന് പകരം അവിടെ വർഗീയമായ വംശീയമായ അധിക്ഷേപം നടത്താൻ പോലും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവുന്നു പരസ്യമായി. അവർ ഇന്ന് എത്തി നിൽക്കുന്ന അബദ്ധങ്ങളുടെ, അപജയങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുസ്ലിം പ്രീണനം നടത്തുകയായിരുന്നു CPM എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതാ ഹിന്ദു പ്രീണനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. അങ്ങനെയാണ് ലീഗ് കണക്ക് കൂട്ടുന്നത്. ഓരോ കാലങ്ങളിൽ വോട്ട് കിട്ടാൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി. യാചകനാണ്. യാചകൻ ഹൈന്ദവ വീട്ടിൽ ചെല്ലുമ്പോൾ കുറി തൊടും, ജപമാല കയ്യിൽ വെക്കും. മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുമ്പോൾ കുരിശ് ഉണ്ടാക്കുക. അതുപോലെ ഓരോ സമുദായത്തിനെയും പ്രീണിപ്പിക്കാൻ ഇഷ്ടം പോലെ വേഷം മാറിപ്പോകുന്ന പാഷാണം വർക്കിയുടെ സ്വഭാവമാണ് മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായി അനുഭവിച്ചു. കാരണം ആശയപരമായി അവർ ദരിദ്രരാണ്. ആശയപരം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്ന് എല്ലാവരും സമ്മതിച്ചാണ്. അവർ പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷമോ അല്ല, അത് പിണറായിസം എന്ന് പറയുന്ന പുതിയ ക്യാപിറ്റലിസ്റ്റ് പണമുണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന നിലയ്ക്കുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. അപ്പോൾ അതിന് വോട്ട്, സാധാരണക്കാരുടെ വോട്ട് കിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ വോട്ടർമാരെ ഭിന്നിപ്പിക്കാം, അതിനാണ് ഈ ജാതീയവും വംശീയവും വർഗീയവുമായ നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. ഈ വർഗീയ കാർഡ് ഇറക്കിയല്ല രണ്ടാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ പറഞ്ഞ പിണറായിസം എന്ന് കൊണ്ട് തന്നെയാണ്. അത് അപ്പുറത്ത് ശത്രുപാളത്തിൽ നിൽക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് പിണറായി വിജയൻ്റെ ആ ഒരു സ്കില്ല് മുസ്ലിം ലീഗ് കാണുന്നില്ലേ? അല്ല, മനുഷ്യരെ ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിൽ BJP മനുഷ്യരെ അവരുടെ വികാരങ്ങൾ മുതലെടുത്ത് ദുരുപയോഗം ചെയ്ത് മനുഷ്യരെ വിഭജിച്ചിപ്പോൾ രണ്ട് ആട്ടുകുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അതിൽ നിന്ന് ഉറ്റി വീഴുന്ന ചോരത്തുള്ളികൾ കൊണ്ട് ജീവിക്കുന്ന കുറുക്കന്മാരുടെ കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂൾ പഠിക്കുമ്പോൾ? ആ ഒരു സ്വഭാവമാണ്. താൽക്കാലികമായ വിജയം ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ അത് ശാശ്വതമല്ല. കാലം അത് മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പിലേക്ക് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിയമസഭയിൽ 3 ടേം എന്ന വ്യവസ്ഥയുമായിട്ട് മുസ്ലിം ലീഗ് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അത് പല നേതാക്കന്മാരെയും മത്സരിപ്പിക്കാൻ ഉള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. അതിനൊരു തീരുമാനമായോ? അല്ല, ഒരു സാധ്യത കുറയുമ്പോൾ മറ്റൊരു സാധ്യത കൂടുന്നില്ലേ? പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കുമൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കില്ലേ? പാർട്ടി അതിനെക്കുറിച്ച് ഒഫീഷ്യലായി തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ പുതിയ ആളുകൾക്ക് അവസരം ഉണ്ടാകണം എന്ന ചർച്ച പാർട്ടിയിലുണ്ട്.
അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രധാന നേതാക്കന്മാർക്ക് ഇളവ് കിട്ടും. അല്ല, അത് കടക്കുമ്പോഴല്ലേ അതിനെപ്പറ്റി ആലോചിക്കേണ്ടുള്ളൂ. അത് കടക്കുമ്പോൾ അതിൻ്റെ എല്ലാ വരായികളും കുറിച്ചും ആലോചിക്കും. യൂത്ത് ലീഗ് ശക്തമായിട്ട് പറയുന്നത് യുവാക്കൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത് പറയാനാണല്ലോ യൂത്ത് ലീഗ് ഉണ്ടാക്കിയത്. ആ അല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിനൊരു വിരുദ്ധ അഭിപ്രായം ഒക്കെ ആയിട്ട് രംഗത്തുണ്ട് എന്ന് അത് ലീഗ് കണക്കാക്കുന്നില്ല. രംഗത്തുണ്ട് എന്ന് ആരാ പറഞ്ഞത്? അല്ല, അത്തരം ചില വാർത്തകൾ അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് തങ്ങളൊരു തീരുമാനം പറയും. അതായിരിക്കും പാർട്ടിയുടെ തീരുമാനം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതീക്ഷ തീർച്ചയായും. കാരണം ജനങ്ങൾ അത്രമാത്രം വീർപ്പുമുട്ടിയിരിക്കുകയാണ്. ആദ്യം കിട്ടുന്ന അവസരം ഇപ്പോൾ പാലക്കാട്ടൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ പരാജയപ്പെട്ടു. ബഹുഭൂരിപക്ഷത്തിൽ നേരത്തെ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 10, 20, 30 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അത് നമ്മൾ തൃക്കാക്കര അടക്കം നേരത്തെ 15 ജയിച്ചെടുത്ത് 25 ജയിച്ചു. 9,000 ജയിച്ച പുതുപ്പള്ളിയിൽ 39,000 ജയിച്ചു. 4,000 വോട്ടിന് ജയിച്ച പാലക്കാട്ട് 39,000 വോട്ടിന്. ഈ ഭൂരിപക്ഷ വർധനവ് ജനങ്ങളുടെ അഭിപ്രായ പ്രകടനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായത്. അത് തന്നെ കൂടുതൽ രൂക്ഷമായി അനുഭവപ്പെടും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും കണക്കുകൂട്ടൽ. വളരെയധികം നന്ദി. ഏതായാലും PMA സലാം ഏതായാലും തെരഞ്ഞെടുപ്പിലുള്ള ആ മുന്നൊരുക്കങ്ങൾ കൂടി വ്യക്തമാക്കിയതിന്.